നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. SFI പ്രവർത്തകരെ തെരുവിലിറങ്ങി നേരിട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടു റോഡിലിരുന്നുള്ള പ്രതിഷേധം അവസാനിച്ചു. കൊല്ലം നിലമേലിൽ SFI കരിങ്കൊടി പ്രതിഷേധം നടത്തിയതോടെ കാറിൽ നിന്നിറങ്ങി റോഡിലിരുന്ന് ഗവർണർ പ്രതിഷേധിക്കുകയായിരുന്നു. പോലീസ് തന്നെ നിയമം ലംഘിക്കുന്നുവെന്ന് പറഞ്ഞ ഗവർണർ രൂക്ഷ ഭാഷയിൽ പോലീസിനെ ശകാരിക്കുകയും ചെയ്തു. തുടർന്ന് സമീപത്തെ കടയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന ഗവർണർ പ്രതിഷേധക്കാർക്ക് എതിരെ കേസെടുക്കാതെ മടങ്ങില്ലെന്ന് നിലപാടെടുക്കുകയായിരുന്നു. പോലീസ് പ്രതിഷേധക്കാർക്ക് കരിങ്കൊടി കാണിക്കാൻ അവസരം ഒരുക്കി കൊടുത്തു എന്നാണ് ഗവർണർ നിലപാട്. ക്ഷുഭിതനായി റോഡിലിറങ്ങിയ ഗവർണർ പോലീസ് ഉദ്യോഗസ്ഥരോട് കയർക്കുകയും വാഹനത്തിൽ തിരികെ കയറാൻ കൂട്ടാക്കാതിരിക്കുകയുമായിരുന്നു. മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുക എന്ന ചോദ്യമാണ് ഗവർണർ ഉന്നയിച്ചത്. ഇതിനിടെ അമിത്ഷായെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ ബന്ധപ്പെടാനും ഗവർണർ സ്റ്റാഫിനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സംഭവത്തിൽ രാജ്ഭവൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പോലീസ് സ്വയം നിയമം ലംഘിക്കുന്നുവെന്നും ഗവർണർ പോലീസിനെ ശകാരിച്ചു. 50ഓളം പ്രവർത്തകരുണ്ടായിരുന്നുവെന്ന് ഗവർണർ വ്യക്തമാക്കി. വരൂ എന്ന് പറഞ്ഞാണ് ഗവർണർ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. 17-ലധികം പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തെ തുടർന്ന് കൂടുതൽ പോലീസുകാർ നിലമേലിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ DGP നിർദ്ദേശം നൽകി. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തതിന്റെ FIR കാണിക്കണമെന്നായിരുന്നു ഗവർണർ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരുടെ തല തല്ലി പൊട്ടിക്കുന്നു, തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടപടിയില്ല എന്നും ഗവർണർ കുറ്റപ്പെടുത്തി. സംഭവത്തിൽ ഗവർണറെ അപായപ്പെടുത്താനുള്ള നീക്കമാണെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ പ്രതികരിച്ചു. എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഗോ ബാക്ക് മുദ്രാവാക്യം ഉയർത്തിയാണ് SFI പ്രവർത്തകർ ബാനറുമായി എത്തിയത്. ക്ഷുഭിതനായ ഗവർണർ തൊട്ടടുത്തുള്ള കടയിൽ കസേരയിട്ട് ഇരുന്ന് വെള്ളം കുടിച്ചു. കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള സദാനന്ദപുരത്ത് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഗവർണർ പുറപ്പെട്ടത്. പിന്നാലെ 50ഓളം പ്രവർത്തകർ കരിങ്കൊടി ഉയർത്തി. കാറിൽ നിന്നിറങ്ങിയ ഗവർണർ പ്രവർത്തകർക്കെതിരെ തിരിഞ്ഞെങ്കിലും പോലീസ് തടയുകയായിരുന്നു. പിന്നാലെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. എന്തുകൊണ്ട് നേരത്തെ അറസ്റ്റ് ചെയ്തു നീക്കിയില്ലെന്നായിരുന്നു ഗവർണറുടെ ചോദ്യം. പോലീസ് തന്നെ നിയമം ലംഘിക്കുകയാണെങ്കിൽ ആരാണ് അത് പാലിക്കുകയെന്നും ഗവർണർ ചോദിക്കുന്നു. നേരത്തെ പാലക്കാടും തിരുവനന്തപുരത്തും സമാന സാഹചര്യം നിലനിന്നിരുന്നു. പരിപാടി നടക്കുന്നിടത്ത് നിന്നും 10 കിലോമീറ്റർ അകലെയാണ് നാടകീയമായ സംഭവം അരങ്ങേറിയത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് കൊല്ലം നിലമേലിൽ അരങ്ങേറിയത്. ദിവസങ്ങളായി കേരളത്തിലെ നിരത്തുകളിൽ തുടരുന്ന ഗവർണർ SFI പോര് എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് പുതിയ തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. SFI കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന് തൊട്ടു പിന്നാലെ കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ അതീവ രോഷാകുലനായി കൈയോങ്ങി അവരെ നേരിടാൻ കുതിച്ചതോടെ പോലീസ് പോലും അമ്പരക്കുന്ന സാഹചര്യമായിരുന്നു. പ്രതിഷേധക്കാരും ഗവർണറും തൊട്ടടുത്ത് മുഖാമുഖം നിന്നതോടെ അരുതാത്തതൊന്നും സംഭവിക്കാതിരിക്കാൻ പോലീസിന് പെടാപ്പാട് പെടേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞതോടെ വലിയ രാഷ്ട്രീയ ഭരണ പ്രതിസന്ധിക്ക് വരെ കാരണമാകുകയായിരുന്ന സംഭവം ഒഴിവാക്കാൻ പോലീസിന് കഴിഞ്ഞു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തു. FIRന്റെ പകർപ്പ് കാണിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. അതിനിടെ ഗവർണറുടെ പ്രതിഷേധത്തിൽ ചിരിയിൽ തന്റെ പ്രതികരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനിപ്പിച്ചു.